ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫോറിൻ ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡൈനോസർ വേൾഡാണ്. അപ്പം ഡൈനോസർ വേൾഡ് സെൻറ്റേഴ്സ് മാളിലാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഇനി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞങ്ങൾ കുറേ വീഡിയോസ് ഇട്ടുതരാം. ഞാൻ ജുറാസിക് വേൾഡിലാണ് കാണിക്കുന്നത്. ജുറാസിക് വേൾഡ് എന്ന് പറഞ്ഞാൽ ഈ റോബോ ഡൈനോസറാണ്. ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഷോർട്ട് ടൈം ആവും. നിങ്ങൾ ഷോർട്ട് ടൈമിൽ വന്നാൽ മതി. 4 മണിക്കൊക്കെ ആയിരിക്കും ഷോർട്ട് ടൈം. ശനി ഞായറിലൊക്കെ ആയിരിക്കും കുറേ ദിവസമുള്ളത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് കുറേ സമയമുണ്ട്. ആ സമയത്തൊന്നും നിങ്ങൾക്ക് ഇത് അനങ്ങനാണ്, അല്ലെങ്കിൽ വെറുതെ അവിടെ നിൽക്കേണ്ടി വരും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഈ ഡൈനോസറിനെയാണ്. പിന്നെ കാണിക്കണ ഈ മറ്റേ ഇതിനെയാണ്, ഈ സ്റ്റഗോൺ, ഈ റാക്ടറാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് രാജാടനാണ്. പിന്നെ ഡൈനോസറിൻ്റെ താഴെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, പ്രത്യേക പേരൊക്കെ എഴുതി വെച്ചിട്ട്. ഞാനിപ്പോൾ ആകെ ഒരെണ്ണം കാണിക്കുള്ളൂ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഈ രാജാടനാണ്. പിന്നെ വന്നേക്കണത് എല്ലാവർക്കും ഫോറിൻ ഇംഗ്ലീഷിലേക്ക് ആകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷോർട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷോ കാണാം. അതെ, ഇവിടെ ഷോ ടൈം ആയിട്ടുണ്ട്. ഇവിടെ ഓരോരുത്തർ കിടന്ന് അനങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഷോർട്ട് ടൈം ആയിട്ടുണ്ട്. ഷോർട്ട് ടൈമിൽ നിങ്ങൾ ഷോർട്ട് ടൈമിൽ തന്നെ എത്തണം. നിങ്ങൾക്ക് വേഗം കണ്ടിട്ട് പോകാം. കുട്ടികളൊക്കെ ആയിട്ട് വേഗം ഇവിടെ വന്ന് കാണാൻ പറ്റും. അത് മാത്രമല്ല, പിന്നെ നമ്മൾ സ്റ്റെഗോസോറസൊക്കെ ഉണ്ട്. നമ്മളെ റാക്ടറിനെയാണ് കാണിക്കുന്നത്. റാക്ടർ ഭയങ്കര വലിയ ജീവിയാണ്. റാക്ടറിൻ്റെ ഒരു കടിക്ക് തീരുന്ന ഡൈനോസറാണ് ഇവരൊക്കെ. ഇവിടെ ഷോർട്ട് ടൈം ഉണ്ട്. മൺഡേ മുതൽ തേഴ്സ്ഡേ വരെയായിരിക്കും ഉള്ളത്. പിന്നെ ഫ്രൈഡേ മുതൽ സൺഡേ വരെ ആയിരിക്കും കുറേ ദിവസം ഉള്ളത്, കുറേ സമയം ഉള്ളത്. പിന്നെ സൗജന്യമൊക്കെ ഉള്ളത്. ഫ്രീ ആണ്, പൈസയൊന്നും കൊടുക്കണ്ട. കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ വന്ന് ഇവിടെ ജുറാസിക് വേൾഡിൽ വന്ന് കാണാം. അപ്പോൾ അടുത്ത കാണിക്കണ നമ്മുടെ ഈ ഡൈനോസറിനെയാണ്. ഈ ഡൈനോസർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഏതിലോ ഡൈനോസർ ആക്രമിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഡൈനോസറിനെ കുത്തി മറിച്ചിടാൻ പറ്റും. പിന്നെ വന്ന ഈ ഡൈനോണ്. ഈ ഡൈനോൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ തലയും കൊണ്ടില്ലേ, ഇതിൻ്റെ ഒരു കാലുണ്ട്. ആ കാലം കൊണ്ട് നമുക്കിങ്ങനെ ബാക്കിൽ കൂടി വന്ന് അവരൊക്കെ ഇങ്ങനെ അടിച്ച് തുറപ്പിക്കാൻ പറ്റും. പിന്നെ ഇത് മാത്രമല്ല, ഇത് തിന്നെ ഒരു ലീഫാണ്. മേളിലുള്ള ലീഫൊക്കെ മാത്രമേ തിന്നുള്ളൂ. പിന്നെ പഴങ്ങളും. പിന്നെ കളിക്കണം നമ്മളെ ഈ ഹൈനേനാണ് കാണിക്കുന്നത്. ഈ രാജാഡൈനോനാണ് കാണിക്കുന്നത്. ഈ രാജാഡൈനോസറിനൊക്കെ കാണണമെങ്കിൽ ഷോർട്ട് ടൈമിൽ വന്ന് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇത് കണ്ടാൽ റിയലല്ല, പക്ഷെ ഇത് റോബോ ആണ്. പിന്നെ കളിച്ചിട്ട് സ്റ്റെഗോസോറസ് ആണ്. അതിൻ്റെ വാലിലൊരു മുള്ളുണ്ട്. അതുകൊണ്ട് ഒറ്റ അടിയും കൂടെ അടിച്ചാൽ മതി, നമ്മൾ ആ വാലെല്ലാം കൂടെ തൂങ്ങി കിടക്കും. അത് മാത്രമല്ല, മത്തങ്ങയും പുല്ലൊക്കെ തിന്നും. അങ്ങനത്തെ ഒരു സാധനമാണ് ഈ സ്റ്റെഗോസോറസിൻ്റെ കയ്യിൽ നിന്ന് ഒരു അടിയും കൂടെ കിട്ടിയാൽ മതി, അവിടെ വാലി കിടക്കുള്ളൂ. പിന്നെ കളിക്കുന്നത് നമ്മൾ സ്പൈനോസോറസ് ആണ്. സ്പൈനോസോറസിൻ്റെ ഒരു കടിക്ക് തീർക്കും ഗൈസ്. ഇപ്പം സ്പൈനോസോറസ് ഇപ്പം ഏതിലൊരു ലൈനിലൊക്കെ അടിച്ചാൽ മതി, തീർന്നു. ഒരാ കഴുത്തം കുടിച്ചു പോകും. ഇതാണ് സ്പൈനോസോറസ്. പിന്നെ കളിക്കുന്നത് റാക്ടറാണ് ഏറ്റവും പേടിക്കുന്ന സാധനം. ഈ റാക്ടറിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടാൽ തന്നെ പേടിച്ചു പോകും. അതാണ് ഞങ്ങൾ പിന്നീട് അപ്പം റാക്ടർ സാധനം തന്നെയാണ്. എല്ലാ റാക്ടറിനെ കാണുമ്പോൾ തന്നെ ഓടിപ്പോവും. എന്താണെന്ന് വിചാരിച്ചാൽ റാക്ടറിൻ്റെ ഈ പല്ലും കൊണ്ട് ഒരു കടിക്ക് തീരുന്ന സാധനങ്ങളായിരിക്കും. ഈ റാക്ടറിൻ്റെ പല്ലൊക്കെ മൊത്തം സ്ട്രോങ് ആണ്. ഈ രാജാഡൈനോ ഈ റാക്ടറും കൂടി അടി ഉണ്ടാക്കണമെങ്കിൽ രാജാഡൈനോ ജയിക്കും. പിന്നെ ഈ സ്പൈനോസോറസും ഈ രാജാഡൈനോനും കൂടി അടി ഉണ്ടാക്കുകയാണെങ്കിൽ സ്പൈനോസോറസ്
എന്നോട് ഒരിക്കലും ഉണ്ടാവില്ല. ഈ നാട്ടിൽ പോലും ഞങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. അതാണ് സ്പൈനോസോർ. പിന്നെ ഈടെ പറക്കണ ഡൈനോസോറാണ്. ഈ പറക്കണ ഡൈനോസോർ ഇങ്ങനെ ഇതിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ മീനായിരിക്കും. ആ മീനൊക്കെ ഒന്നിങ്ങനെ കൊത്തിക്കൊണ്ടും പോകും. പിന്നെ കടിക്കണ ഹെരേരനാണ്. ഹെരേര എന്ന് പറഞ്ഞാൽ ഈ ട്രാക്ടറിനൊക്കെ കൊല്ലണ സാധനം ഈ ഹെരേര. അതാണ് ഹെരേര. മരത്തിലൊക്കെ കയറിയിട്ട് ആരിങ്ങനെ പോവാൻ ഏതെല്ലാം ഡൈനോ പോവാണെങ്കിൽ മരത്തിൽ നിന്ന് ഒറ്റ ചാടും. അതാണ് ഹെരേര. ഹെരേരക്ക് കുറേ മരത്തിലും കയറാൻ പറ്റും. ഇപ്പം ആൽമരമാണെങ്കിലും ഹെരേരക്ക് കയറാൻ പറ്റും. പിന്നെ കാണിക്കുന്നത് ഈ ഡൈനോസറാണ്. ഈ ഡൈനോസർ എന്ന് പറഞ്ഞാൽ എല്ലാ ഡൈനോയും കുത്തി പറിച്ചിടാൻ പറ്റുന്ന ഡൈനോണിത്. ഇപ്പം ഈ രാജാ ഡൈനോനെ കുത്തി മറക്കാൻ പറ്റും ഈ ഡൈനോ. പിന്നെ ഇത് വലിയ കറുത്തുള്ള ഡൈനോണ്. ഇത് ഫ്രൂട്ട്സും പിന്നെ ഇലയൊക്കെ മാത്രമേ തിന്നുള്ളൂ. അങ്ങനത്തെ ഒരു ഡൈനോണ്. ഇത് റോബോട്ടിക്സ് ഡൈനോണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ കുറേ വീഡിയോസ് അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ വെക്കാം. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാവാം. ഞങ്ങൾ ജുറാസിക് വേൾഡിൽ പോയിട്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് റോബോണ്. ഇത് റിയൽ അല്ല, പക്ഷെ ഇത് റോബോണ്. ഇത് റോബോട്ടിക് ഡൈനോണ്. ഈ ഡൈനോസറിൻ്റെ ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ടുള്ള പല്ല് ഈ രാജാ ഡൈനോണാണ്. ഈ രാജാ ഡൈനോൻ്റെ ഈ പല്ലിന് ഒരു കടിക്കുള്ളൂ. ഈ രാജാ ഡൈനോൻ്റെ പല്ല് ഒരു കടിക്കെല്ലാം തീർന്ന്. അങ്ങനത്തെ ഒരു സാധനമാണിത്. പിന്നെ ഇതിൻ്റെ ആരെല്ലാം ഏതെല്ലാം ഒരു കുഞ്ഞിപ്പിക്കൽ ഡൈനോനെ കണ്ടാൽ മതി ഈ സാധനം ഒരേ കടിക്ക് തീർന്നു. പിന്നെ കാണിക്കുന്നത് സ്റ്റെഗോസോറസിനാണ്. ഇവൻ മത്തങ്ങയും പുല്ലും മാത്രം തിന്നുള്ളൂ. അത് മാത്രമല്ല ഇവൻ്റെ വാലില് ഒരു മുള്ളു പോലത്തെ സാധനമുണ്ട്. അതുകൊണ്ട് ആരെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ അതുകൊണ്ട് ഒറ്റ അടി കൂടെ അടിച്ചാൽ മതി.